ഹലോ അപ്പോൾ നമ്മുടെ സ്ട്രോബെറി മേക്കിംഗ് നോക്കിയാലോ നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗ്രീൻ കളർ പേപ്പർ ആൻഡ് റെഡ് കളർ പേപ്പർ ആയിട്ട് എടുത്തിട്ടുള്ളത്. അതിൽ നമ്മുടെ ഈ റെഡ് കളർ പേപ്പർ സ്ക്വയറിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് മടക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിൽ എല്ലാം ഞാൻ സ്ലോ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ പേപ്പർ എപ്പോഴും സ്ക്വയറുള്ളതാവാൻ ശ്രമിക്കുക, എന്നാൽ മാത്രമേ നമ്മുടെ സ്ട്രോബെറി പെർഫെക്റ്റ് ആവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ മടക്കുമ്പോഴൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് മടക്കി കൊടുക്കാൻ ശ്രമിക്കുക, എന്നാലേ അത് കറക്റ്റായിട്ട് നമുക്ക് അതായത് ഇങ്ങനെ വിടർന്ന് പോകാണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ നന്നായിട്ട് അമർത്തി പ്രസ് ചെയ്ത് മടക്കി വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ മടക്കുന്നത് ശ്രദ്ധിക്കുക. ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റിലും നമ്മൾ ഫോൾഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ഒറിഗാമി ആർട്ട് ചെയ്യുന്ന പോലെയാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒറിഗാമി ആർട്ട് തന്നെയാണ്. ഇതിൽ നമ്മൾ ഗമ്മ് യൂസ് ചെയ്യുന്നത് ആ ലീഫ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു സൈഡ് ഞാൻ ഏകദേശം മടക്കി കഴിഞ്ഞു. ഇതിൻ്റെ ഫൈനൽ സ്റ്റെപ്പാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നെക്സ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലും നമ്മൾ മടക്കി കൊടുക്കണം. പിന്നെ വരുന്ന രണ്ട് സൈഡിലും നമ്മൾ വേറൊരു മെത്തേഡിലാണ് മടക്കുന്നത്. അതും ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് അധികം സ്ട്രോബെറീസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ബാസ്ക്കറ്റിലൊക്കെ ആക്കിയിട്ട് നമ്മൾ ഡെസ്കിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലത്തെ വേറെ എന്തെങ്കിലും ആർട്ടുകളൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ക്രാഫ്റ്റുകളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചെയ്യട്ടോ. അപ്പോൾ അത് നമ്മൾ ബാക്കി വന്ന രണ്ട് സൈഡിലും കൂടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വരുന്ന ഈ ഒരു പോർഷൻ എല്ലാം, അതായത് മുകളിലേക്ക് നിൽക്കുന്ന ഈ കൂർത്ത് നിൽക്കുന്ന ഭാഗങ്ങൾ കംപ്ലീറ്റ് നമ്മൾ ഉള്ളിലിട്ട് ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്ട്രോബെറിൻ്റെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ഒരു ബ്ലാക്ക് ഡോട്ട്സും കൂടെ ഇട്ട് കഴിഞ്ഞാൽ സ്ട്രോബെറി ആയി. പിന്നെ ലീഫും കൂടെ അറ്റാച്ച് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മേക്കിംഗ് അവിടെ കഴിഞ്ഞു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ